ഒറ്റപ്പാലത്ത് ഭിന്നശേഷി സൗഹൃദ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ നിർവഹിക്കുമെന്ന് MLA പ്രേംകുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് 4-ന് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് കെ പ്രേംകുമാർ MLA ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ഇൻഡോർ സ്റ്റേഡിയത്തിന് ഒറ്റപ്പാലം വേദിയാകുന്നു എന്നുള്ളതാണ്. 10 കോടി രൂപയാണ് 2021-22 വർഷത്തെ ബജറ്റിൽ ഒറ്റപ്പാലം ഇൻഡോർ സ്റ്റേഡിയത്തിന് വേണ്ടി നീക്കിവെച്ചത്. അത് ഒറ്റപ്പാലം ഡഫ് സ്കൂളിനോട് ചേർന്നുള്ള ഗ്രൗണ്ടിൽ യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. നാളെ ഉച്ചകഴിഞ്ഞ് 4 മണിക്ക് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കായിക വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ പൊതു കളിയിടമെന്ന നഗരത്തിന്റെ സ്വപ്നം കൂടിയാണ് നടപ്പിലാകുന്നത്. ബാസ്കറ്റ്ബോൾ, ഷട്ടിൽ ഉൾപ്പെടെയുള്ള കോർട്ടുകളോട് കൂടിയ സ്റ്റേഡിയമാണ് വിഭാവനം ചെയ്യുന്നത്. കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ 10 കോടി രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം. ഭിന്നശേഷി സൗഹൃദ സംവിധാനങ്ങൾ കൂടി ഉൾപ്പെട്ടതാണ് പദ്ധതി. ഇൻഡോർ സ്റ്റേഡിയം പദ്ധതിയുടെ പ്രഖ്യാപനം കഴിഞ്ഞ 8 വർഷം പിന്നിടുമ്പോഴാണ് പദ്ധതി നിർവഹണ ഘട്ടത്തിലേക്ക് നീങ്ങുന്നത്. ആദ്യം കണ്ണിയമ്പുറത്തെ കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതിയുടെ ഭൂമിയാണ് പരിഗണിച്ചിരുന്നത്. ഇരു വകുപ്പുകൾക്കും ഇടയിലുള്ള ഭൂമി കൈമാറ്റം സംബന്ധിച്ച സാങ്കേതിക കുരുക്ക് പദ്ധതി അനിശ്ചിതത്വത്തിലാക്കി. പിന്നീടാണ് ബദിര വിദ്യാലയത്തിലെ മൈതാനം തിരഞ്ഞെടുത്തത്. ഇതോടെ പദ്ധതി പരിഷ്കരിച്ച് ഭിന്നശേഷി സൗഹൃദവുമാക്കി മാറ്റി. നിലവിൽ ഒറ്റപ്പാലം നഗരസഭാ പരിധിയിൽ കായിക വിനോദങ്ങൾക്ക് പൊതു കളിയിടമില്ലാത്ത പ്രശ്നം കൂടിയാണ് പരിഹരിക്കപ്പെടുന്നത്. നഗരസഭാ അധ്യക്ഷ കെ ജാനകി ദേവി, സർക്കാർ ബദിര വിദ്യാലയം പ്രധാന അധ്യാപിക ML മീനി കുമാരി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഒട്ടേറെ കടമ്പകൾ പൂർത്തീകരിച്ചാണ് ഈ പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനത്തിലേക്ക് എത്തിച്ചേരുന്നത്. 10 കോടി രൂപ അനുവദിച്ചത് തുടർന്ന് ഭിന്നശേഷി സൗഹൃദ ഇൻഡോർ സ്റ്റേഡിയം ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം, അതിന് ഡഫ് സ്കൂളിലെ സ്കൂളിലെ PTA അധ്യാപകരുടെയും എല്ലാം ഭാഗത്തു നിന്നുള്ള പിന്തുണ, തുടർന്ന് അതിൻ്റെ സാങ്കേതിക അനുമതി നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം, അതിനെല്ലാം തുടർന്ന് വിവിധ ഘട്ടങ്ങൾ അതിജീവിച്ചാണ് മൂവാറ്റുപുഴയിലുള്ള GVK അസോസിയേറ്റ്സ് എന്ന് പറയുന്ന സ്ഥാപനം ടെൻഡറിൽ പങ്കെടുത്ത് അവർ ഈ പ്രവൃത്തിക്ക് കരാർ ഒപ്പിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. 10 മാസമാണ് പ്രവൃത്തിയുടെ പൂർത്തീകരണത്തിനുള്ള കാലാവധി. കാലാവസ്ഥയുടെ പ്രശ്നങ്ങളൊന്നും ദോഷകരമായി ബാധിച്ചില്ലെങ്കിൽ നിശ്ചയമായും ആ കാലാവധിക്കകത്തു നിന്നുകൊണ്ട് തന്നെ നമുക്ക് പണി പൂർത്തീകരിക്കാനും മുന്നോട്ട് പോകാനും കഴിയും. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെയും പരിഗണിക്കുന്ന അവർക്ക് കൂടി ഗുണപ്രദമാകുന്ന ഒരു നല്ല ഇൻഡോർ സ്റ്റേഡിയമായിട്ട് അത് മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല, കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.